ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അടുത്ത അവകാശിയെ കണ്ടെത്തുന്നതിലെ വെറുമൊരു അധികാര തർക്കത്തിൽ നിന്നാണ് ലോകത്തെ ഏറ്റവും വലിയ മതപരമായ വിഭജനങ്ങളിലൊന്ന് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ പുതിയ അന്വേഷണത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിലെ സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള സങ്കീർണമായ ചരിത്രവും അവരുടെ ദൈനംദിന ജീവിതത്തിലെ സാമ്യവ്യത്യാസങ്ങളുമാണ്. ട്രൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വളരെ വിശദമായ ഒരു സുന്നി ഷിയ സംഭാഷണത്തിന്റെ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നമ്മൾ ഇതിനെ വളരെ ലളിതമായിട്ടാണ് സമീപിക്കുന്നത്. അതായത് ചരിത്രം, വിശ്വാസം, പിന്നെ ദൈനംദിന ആചാരങ്ങൾ എന്നിവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ തോന്നാമെങ്കിലും ഒരേ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്നാണ് ഇവ രണ്ടും രൂപപ്പെട്ടിട്ടുള്ളത്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇന്ന് ലോകത്തെ ആകെയുള്ള മുസ്ലിങ്ങളിൽ 85 മുതൽ 90% വരെ സുന്നികളാണ്. ഒരു 10-15% മാത്രമാണ് ഷിയാക്കൾ. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഈ വിഭജനം നിങ്ങളെപ്പോലെയോ എന്നെപ്പോലെയോ ഉള്ള ഒരു സാധാരണ വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായും. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ കേവലം മതപരമല്ല എന്നതാണ്. പൂർണ്ണമായും ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നാണ് അത് ഉരുത്തിരിഞ്ഞത് എന്നത് പലർക്കും പുതിയ അറിവായിരിക്കും. ആ പേരുകളിൽ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒളിഞ്ഞുകിടപ്പുണ്ട്. ആ പേരുകൾക്ക് പ്രത്യേക അർത്ഥമുണ്ടോ? ഉണ്ട്. അതായത് സുന്നി എന്ന വാക്ക് വരുന്നത് സുന്നത്ത് എന്ന അറബി പദത്തിൽ നിന്നാണ്. പ്രവാചകന്റെ മാതൃക എന്നല്ലേ അതിനർത്ഥം? അതെ, കൃത്യമായി പറഞ്ഞാൽ പ്രവാചകൻ കാണിച്ചു തന്ന വ്യക്തമായ പാത അത് പിന്തുടരുന്നവരാണ് തങ്ങൾ എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഷിയ എന്നതിന്റെ അർത്ഥം തികച്ചും വ്യത്യസ്തമാണ്. ഷിയ അലി, അതായത് അലിയുടെ പക്ഷം എന്നതിൽ നിന്നാണ് ആ പേരുണ്ടായത്. ഇതൊരു തികഞ്ഞ രാഷ്ട്രീയ പദമാണ്. ശരി. അപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയെ പിന്തുണയ്ക്കുന്ന സംഘം എന്നാണ് ആ പേര് അർത്ഥമാക്കുന്നത്, അല്ലേ? അതെ അതെ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം ആര് നേതൃത്വം നൽകണം എന്ന തർക്കമാണ് ഇതിന് കാരണം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തെ വലിയ കോർപ്പറേറ്റ് കമ്പനികളെക്കുറിച്ചാണ്. അതായത് ഒരു വലിയ സാമ്രാജ്യത്തിന് തുല്യമായ കമ്പനിയുടെ സ്ഥാപകൻ അപ്രതീക്ഷിതമായി മരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ കമ്പനിയെ ഇനി ആര് നയിക്കും എന്നതിന് ചൊല്ലി വലിയ പ്രതിസന്ധിയുണ്ടാവും. വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും അത്. അതെ, അവിടെ പ്രധാനമായും 2 വാദങ്ങളാകും ഉയരുക. കമ്പനിയിലെ ഏറ്റവും അനുഭവസമ്പത്തുള്ള കഴിവുള്ള മാനേജറെ എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കണോ, അതോ ആ സ്ഥാപകന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള അവകാശി ആ കസേരയിൽ ഇരിക്കണോ? 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ചോദ്യം ഇതുതന്നെയായിരുന്നില്ലേ? കൃത്യമായി പറഞ്ഞാൽ ആ ഉപമയ്ക്ക് ഇതിലും മികച്ച രീതിയിൽ ഈ ചരിത്രത്തെ വിശദീകരിക്കാൻ കഴിയില്ല. അവിടെ പ്രവാചകന്റെ മരണശേഷം ആര് നേതൃത്വം നൽകണം എന്നത് കേവലം ആരാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് എന്നതായിരുന്നില്ല. മറിച്ച് ഒരു വലിയ ഭരണകൂടത്തെ, ഒരു വലിയ ജനതയെ ആര് നയിക്കണം എന്നതായിരുന്നു. അപ്പോൾ സുന്നികൾ എന്താണ് തീരുമാനിച്ചത്? സുന്നികൾ വിശ്വസിച്ചത് സമൂഹത്തിലെ ഏറ്റവും യോഗ്യനായ വ്യക്തിയെ സമവായത്തിലൂടെ തിരഞ്ഞെടുക്കണം എന്നാണ്. അങ്ങനെയാണ് അവർ പ്രവാചകന്റെ ഉറ്റ സുഹൃത്തും മുതിർന്ന അനുയായിയുമായിരുന്ന അബൂബക്കറിനെ തങ്ങളുടെ ആദ്യത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കുന്നത്. ഖലീഫ എന്നാൽ ഭരണാധികാരി എന്നാണ് അർത്ഥം. എന്നാൽ ഷിയാക്കളുടെ വാദം ആ രക്തബന്ധത്തിലായിരുന്നു, അല്ലേ? അതെ, അത് ശരിയാ. പ്രവാചകന്റെ കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് മാത്രമേ ആ വലിയ ആത്മീയ ഭരണപരമായ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. പ്രവാചകന്റെ കസിനും മരുമകനുമായ അലിയെയാണ് അവർ ആ സ്ഥാനത്തേക്ക് പിന്തുണച്ചത്. നിൽക്കൂ, ഇതിൽ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഷിയാക്കൾ അലിയെ പിന്തുണച്ചതിന് പിന്നിൽ വെറുമൊരു കുടുംബബന്ധം മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്. ഗദീർ ഖുമ്മിൽ വെച്ച് പ്രവാചകൻ അലിയെ തന്റെ പിൻഗാമിയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതായത് അവർക്കതൊരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിന്റെ വിഷയമേ ആയിരുന്നില്ല, മറിച്ച് ദൈവവും പ്രവാചകനും നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഈ 2 സമുദായങ്ങളുടെയും ചരിത്ര വായനകൾ ശരിക്കും വഴിപിരിയുന്നത്. ഗദീർ ഖുമ്മിലെ ആ സംഭവത്തെ 2 വിഭാഗങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിനെ അവർ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ് പ്രധാനം. പ്രവാചകൻ അവിടെ വെച്ച് അലിയെക്കുറിച്ച് പറഞ്ഞ മൗല എന്ന അറബി വാക്കിന് സുന്നികൾ നൽകുന്ന അർത്ഥം വളരെ അടുത്ത സുഹൃത്ത് എന്നാണ്. ഓഹോ, അപ്പോ ഷിയാക്കളോ?
ഷിയാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത് ആ വാക്കിനർത്ഥം പിൻഗാമി അല്ലെങ്കിൽ നേതാവ് എന്നാണ്. എന്തായാലും ചരിത്രത്തിൽ സംഭവിച്ചത് അതല്ലല്ലോ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവർക്ക് ശേഷം മാത്രമാണ് 4ാമത്തെ ഖലീഫയായി അലി അധികാരത്തിൽ വരുന്നത്. എന്നാൽ അവിടെയും ഈ അധികാരതർക്കം അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കീർണമായ കാര്യം. അതെ, അവിടെ നിന്നാണ് കാര്യങ്ങൾ ശരിക്കും രൂക്ഷമാകുന്നത്. ഒരു സാധാരണ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം എങ്ങനെയാണ് ഒരിക്കലും നികത്താനാവാത്ത ഒരു വലിയ വൈകാരിക വിടവായി മാറിയത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിലെ വളരെ ദാരുണമായ ഒരു സംഭവത്തിൽ എത്തിച്ചേരുന്നത്: കർബലയിലെ ദുരന്തം. ശരിയാണ്. അലിയുടെ മരണശേഷം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയ ഒരു സൈന്യത്തെ രൂപീകരിക്കുകയും ഉമയ്യദ് രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. അതോടെ അതുവരെയുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് സ്വഭാവമുള്ള ഭരണരീതി പൂർണ്ണമായും ഒരു രാജഭരണമായി മാറി. അതൊരു വലിയ മാറ്റമാണ്. അതെ. മുആവിയയ്ക്ക് ശേഷം അയാളുടെ മകൻ യസീദ് അധികാരത്തിൽ വന്നു. ഈ യസീദിനെ അനീതിയുടെയും അഴിമതിയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും പ്രതീകമായാണ് പല ചരിത്ര വായനകളും വിലയിരുത്തുന്നത്. ഈ സമയത്താണല്ലോ അലിയുടെ മകനും പ്രവാചകന്റെ സാക്ഷാൽ പേരക്കുട്ടിയുമായ ഹുസൈൻ രംഗത്ത് വരുന്നത്. യസീദിന്റെ അനീതികൾക്കെതിരെയും ഈ രാജവംശമായി മാറിയ ഭരണത്തിനെതിരെയും നിലപാടെടുക്കാൻ ഹുസൈൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഇറാഖിലെ കർബലയിൽ വച്ച് യസീദിന്റെ വലിയ സൈന്യത്തോട് പൊരുതി ഹുസൈനും അദ്ദേഹത്തിന്റെ കുടുംബവും വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. അതെ, അതൊരു വലിയ ദുരന്തമായിരുന്നു. പക്ഷേ ഇതിലെ എന്റെ ചോദ്യം അതല്ല. അതായത്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരുഭൂമിയിൽ നടന്ന ഒരു യുദ്ധത്തിന് ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ ഷിയാവിശ്വാസിയുടെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെയെല്ലാം ജീവിതത്തിൽ 1000 വർഷം മുൻപ് നടന്ന ഏത് യുദ്ധമാണ് ഇന്ന് നമ്മളെ കരയിപ്പിക്കുന്നത്? നിങ്ങൾ ആ ചോദിച്ചതിലാണ് ശരിക്കും ഷിയാ വിശ്വാസത്തിന്റെ കാതലിരിക്കുന്നത്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം കർബലയൊരു പഴയകാല ചരിത്രമേ അല്ല, അതൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അനീതിക്കെതിരെയുള്ള പോരാട്ടം, രക്തസാക്ഷിത്വം എന്നത് ഷിയാ സ്വത്വത്തിന്റെ അടിസ്ഥാനശിലയാണ്. അവർക്കത് വെറുമൊരു യുദ്ധമല്ലെന്നർത്ഥം. ഒരിക്കലുമല്ല. ഹുസൈന്റെ മരണം കേവലമൊരു അധികാരതർക്കത്തിലെ പരാജയമായിട്ടല്ല അവർ കാണുന്നത്, മറിച്ച് സത്യത്തിനും നീതിക്കും വേണ്ടി നടത്തിയ ഏറ്റവും വലിയ ത്യാഗമാണ്. ഇന്നും മുഹറം മാസത്തിലെ 10ാം നാളായ ആഷൂറ ദിനത്തിൽ ഷിയാക്കൾ ഹുസൈന്റെ മരണം വിലപിച്ചുകൊണ്ട് ഓർമ്മിക്കുന്നു. അവർ തെരുവുകളിൽ വിലാപയാത്രകൾ നടത്താറുണ്ട്. ചിലർ ആ സമയത്ത് സ്വയം മുറിവേൽപ്പിക്കാറുണ്ടെന്നും സ്വന്തം ശരീരത്തിൽ അടിക്കാറുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും എന്തിനാണ്? അതായത്, ഹുസൈൻ അനുഭവിച്ച ആ വലിയ വേദനയുടെ, ആ ഒറ്റപ്പെടലിന്റെ ഒരു ചെറിയ അംശമെങ്കിലും തങ്ങളും അനുഭവിക്കണമെന്ന ആഴത്തിലുള്ള വൈകാരിക അവസ്ഥയിൽ നിന്നാണത് വരുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ, മെയിൻസ്ട്രീം ഇസ്ലാം സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്ന ഇത്തരം പ്രവൃത്തികളെ കർശനമായി വിലക്കുന്നുണ്ട്. ഓ, അത് മതപരമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലേ? ഇല്ല. സുന്നി ആയാലും ഷിയ ആയാലും സ്വയം മുറിവേൽപ്പിക്കുന്നത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും ആളുകളത് ചെയ്യുന്നുണ്ടെങ്കിൽ കർബല അവരിലുണ്ടാക്കിയ ആഘാതം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ വൈകാരിക ബന്ധം കാരണമാണ് ഇന്നും ഇറാഖിൽ ഭൂരിഭാഗം പേരും ഷിയ വിഭാഗത്തിലുള്ളവരായി തുടരുന്നത്. അപ്പോൾ ആ അധികാരതർക്കത്തിൽ തുടങ്ങിയ പിളർപ്പ് സാവധാനം ഒരു വിശ്വാസപരമായ പിളർപ്പായി മാറുകയായിരുന്നു. സുന്നികളും ഷിയാക്കളും തങ്ങളുടെ ആത്മീയ രാഷ്ട്രീയ നേതാക്കളെ തികച്ചും വ്യത്യസ്തമായ രീതികളിലാണ് പിന്നീട് കണ്ടു തുടങ്ങിയതല്ലേ? സുന്നികൾക്ക് 1920-ൽ ഒട്ടോമൻ സാമ്രാജ്യം തകരുന്നതുവരെ ഖലീഫമാരുണ്ടായിരുന്നു. അതെ, അവർ അടിസ്ഥാനപരമായി ഭരണാധികാരികളോ അഡ്മിനിസ്ട്രേറ്റർമാരോ ആയിരുന്നു. എന്നാൽ ഷിയാക്കൾ അവരുടെ നേതാക്കളെ വിളിക്കുന്നത് ഇമാമുകൾ എന്നാണ്. ഇവിടെയാണ് ഷിയാ ദൈവശാസ്ത്രം ഏറ്റവും സങ്കീർണമാകുന്നത്. നമ്മൾ സാധാരണ പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ആളെയാണല്ലോ ഇമാം എന്ന് വിളിക്കാറുള്ളത്. അതെ, നമ്മൾ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. എന്നാൽ ഷിയാ വിശ്വാസപ്രകാരമുള്ള ഈ ഇമാമുകൾ കേവലം പ്രാർത്ഥനാ നേതാക്കളോ ഭരണാധികാരികളോ അല്ല. അവർ പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അവരെ അഹ്ലുൽ ബൈത്ത് എന്നാണ് വിളിക്കുന്നത്. പ്രവാചകന്റെ കുടുംബം എന്നാണോ അതിനർത്ഥം? അതെ, പക്ഷെ അതിനർത്ഥം വെറുതെ പ്രവാചകന്റെ കുടുംബം എന്ന് മാത്രമല്ല. ഈ ഇമാമുകൾ തെറ്റുപറ്റാത്തവരാണെന്നും ഖുർആനിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനും അത് ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു നൽകാനും ദൈവത്താൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമാണവർ എന്ന് ഷിയാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത്, സുന്നികളുടെ ഖലീഫ ഒരു ഭരണാധികാരിയാണെങ്കിൽ ഷിയാക്കളുടെ ഇമാം ദൈവത്തിനും മനുഷ്യർക്കുമിടയിലെ ഒരു ആത്മീയ കണ്ണിയാണ്. അല്ല, ഇതിൽ ശരിക്കും എന്നെ അമ്പരപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്.
അതായത് ഒരൊറ്റ അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഷിയാ വിഭാഗത്തിനുള്ളിൽ തന്നെ വീണ്ടും പല ഉപവിഭാഗങ്ങളുണ്ട്. 12 ഇമാമുകളെ പിന്തുടരുന്ന ട്വൽവേഴ്സ്, 7ാമത്തെ ഇമാമിൽ വിശ്വസിക്കുന്ന ഇസ്മായിലികൾ, പിന്നെ 5ാമത്തെ ഇമാമിൽ വിശ്വസിക്കുന്ന സൈദികൾ. എന്തുകൊണ്ടാണ് ഈ വിഭാഗത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇത്രയധികം വിഭജനങ്ങളുണ്ടായത്? അതിന്റെ കാരണവും ഈ പറഞ്ഞ അധികാര കൈമാറ്റം തന്നെയാണ്. ഒരു ഇമാം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കളിൽ ആരാണ് അടുത്ത ഇമാം ആകേണ്ടത് എന്നതിനെ ചൊല്ലി അനുയായികൾക്കിടയിൽ വീണ്ടും തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും തങ്ങൾ ഔദ്യോഗികമെന്ന് കരുതുന്ന ഇമാമുകളുടെ പരമ്പരയെ പിന്തുടർന്നപ്പോഴാണ് ഈ ഉപവിഭാഗങ്ങൾ ഉണ്ടായത്. ഇതിന്റെ ഒരു വലിയ സ്വാധീനം അവരുടെ മതഗ്രന്ഥമായ ഹദീസ് ശേഖരങ്ങളിലും കാണാം. അതെങ്ങനെയാണ്? സുന്നികളും ഷിയാക്കളും ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഹദീസ് ശേഖരങ്ങൾ വ്യത്യസ്തമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹദീസുകൾ എന്ന് പറയുന്നത് പ്രവാചകന്റെ വാക്കുകളല്ലേ? രണ്ടുപേരും പ്രവാചകന്റെ വാക്കുകളെയാണല്ലോ പിന്തുടരുന്നത്. പിന്നെ എങ്ങനെയാണ് അതിൽ വ്യത്യാസം വരുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഓരോ വ്യക്തികളിലൂടെയാണല്ലോ. ഈ കൈമാറ്റ ശൃംഖലയിൽ ആരെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത് എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. സുന്നികൾ പ്രവാചകന്റെ ഉറ്റ അനുചരന്മാർ, അതായത് അബൂബക്രിനെയും ഉമറിനെയും പ്രവാചക പത്നി ആയിഷയെയും പോലുള്ളവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ വിശ്വസിക്കുന്നു. അപ്പോൾ ഷിയാക്കളോ? ഷിയാക്കൾ ഈ പറഞ്ഞ അനുചരന്മാരെ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കാരണം അവർ തങ്ങളുടെ ഇമാം അലിയെ പിന്തുണച്ചവരല്ല എന്നവർ കരുതുന്നു. പകരം ഷിയാക്കൾ അലിയുടെയും പ്രവാചകന്റെ മറ്റു കുടുംബാംഗങ്ങളുടെയും പരമ്പരയിലൂടെ വന്ന ഹദീസുകൾക്ക് മാത്രമേ ആധികാരികത നൽകുന്നുള്ളൂ. അങ്ങനെയാണ് ആ വ്യത്യാസം വരുന്നത്. ഇത്രയും വലിയ ചരിത്ര പശ്ചാത്തലം വെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തെ ഒരു സാധാരണ വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തെ നോക്കുമ്പോഴാണ് ശരിക്കും ഈ വിവരങ്ങൾ കൂടുതൽ അർത്ഥവത്താകുന്നത്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്നാണെങ്കിലും അതിലെ വിശദാംശങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ട്, അല്ലേ? ഉദാഹരണത്തിന് സുന്നികൾക്ക് 5 നിർബന്ധ കർമ്മങ്ങളാണുള്ളത്: പ്രാർത്ഥന, നോമ്പ്, സക്കാത്ത്, അങ്ങനെ. അതെ. എന്നാല് ഷിയാക്കൾക്ക് ഈ 5 കാര്യങ്ങൾ അവരുടെ വിശ്വാസങ്ങളിലെ തൂണുകളാണ്. അവർക്ക് ചെയ്യാൻ 10 നിർബന്ധ കർമ്മങ്ങളാണുള്ളത്. ഇതില് ഞാൻ കേട്ടൊരു കാര്യം ഖുംസ് എന്നൊരു സാമ്പത്തിക ബാധ്യതയാണ്. സുന്നികൾ നൽകുന്ന സക്കാത്തിനു പുറമെ എന്തിനാണ് ഷിയാക്കൾക്ക് ഇങ്ങനെ മറ്റൊരു നികുതി? അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചരിത്രവും ദൈനംദിന ജീവിതവും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നത്. ചരിത്രപരമായി നോക്കുമ്പോൾ ഷിയാക്കൾ സുന്നി ഖലീഫമാരുടെ ഭരണത്തെ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ടുതന്നെ സുന്നി ഭരണകൂടത്തിന് അവർ സക്കാത്ത് നൽകിയാൽ അത് തങ്ങളുടെ യഥാർത്ഥ ഇമാമുകൾക്കെതിരെയുള്ള ഒരു നീക്കമായി അവർ കണ്ടു. ഓഹോ, അപ്പോൾ അതൊരു സമാന്തര സംവിധാനമായിരുന്നോ? അതെ. തങ്ങളുടെ സ്വന്തം ഇമാമുകൾക്ക് നേരിട്ട് നൽകുന്ന ഒരു സമാന്തര നികുതി സംവിധാനമായിട്ടാണ് ഖുംസ് വളർന്നു വന്നത്. ഇന്നത് 20% നികുതിയായി മാറി. പ്രധാനമായും മതപരമായ വിദ്യാഭ്യാസത്തിനും പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് അതുപയോഗിക്കുന്നത്. അതായത് ചരിത്രത്തിലെ ഒരു രാഷ്ട്രീയ വിയോജിപ്പ് എങ്ങനെയാണ് ഒരു ദൈനംദിന സാമ്പത്തിക ശീലമായി മാറിയത് എന്നതിന്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. തീർച്ചയായും. ഇതിനു പുറമെ നന്മ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുക, തിന്മ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ 10 നിർബന്ധ കർമ്മങ്ങളിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി പ്രാർത്ഥനയുടെ കാര്യം നമ്മളെടുത്താൽ, നിങ്ങളുടെ നാട്ടിലെയോ എന്റെ നാട്ടിലെയോ പള്ളികളിൽ നിന്ന് കേൾക്കുന്ന ബാങ്ക് വിളികളിൽ ഈ വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. രണ്ടു കൂട്ടരും ദിവസവും 5 നേരം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഷിയാക്കൾ ചിലപ്പോൾ ഈ 5 നേരത്തെ പ്രാർത്ഥനകൾ ഉച്ചയ്ക്കും രാത്രിയുമായി ചേർത്ത് മൊത്തം 3 സമയങ്ങളിലായി ചുരുക്കി ചെയ്യാറുണ്ട്. അതെ, അവർ പ്രാർത്ഥനകൾ ഒരുമിച്ച് ചേർക്കാറുണ്ട്. അതിലും രസകരമായ കാര്യം, അവർ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മൊഹർ അല്ലെങ്കിൽ തുർബ എന്നറിയപ്പെടുന്ന ചെറിയ കളിമൺ കട്ടയാണ്. അവർ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ എന്തിനാണ് നെറ്റി ആ കളിമൺ കട്ടയിൽ മുട്ടിക്കുന്നത്? അത് വെറുമൊരു മണ്ണല്ലല്ലോ. കൃത്യമായും അതൊരു സാധാരണ മണ്ണല്ല. പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ പ്രാർത്ഥനാ സമയത്ത് പള്ളികളിലെ പരവതാനികളിലല്ല, മറിച്ച് നേരിട്ട് ഭൂമിയിലാണ് നെറ്റിവെച്ച് പ്രാർത്ഥിച്ചിരുന്നതെന്നതാണ് ഷിയ ഹദീസുകൾ പറയുന്നത്. അപ്പോൾ ആ കളിമൺകട്ട ഭൂമിയെയാണോ റിപ്രസന്റ് ചെയ്യുന്നത്? അതെ, അത് ഭൂമിയുടെ പ്രതീകമാണ്. പലപ്പോഴും ഈ കളിമൺകട്ട കർബലയിലെ മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കാറുള്ളത്.
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ തവണ അവർ പ്രാർത്ഥിക്കുമ്പോഴും അത് വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല, തങ്ങളുടെ സ്വത്വത്തിന്റെ അടിസ്ഥാനമായ ഹുസൈന്റെ രക്തസാക്ഷിത്വത്തോടും കർബലയിലെ ആ മണ്ണുമായുമുള്ള ഒരു വൈകാരിക ബന്ധമായി അത് മാറുന്നു. അത് വളരെ ആഴമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബാങ്കുവിളിയിലോ? ബാങ്കുവിളിയിലും വ്യത്യാസമുണ്ട്. ഷിയാക്കളുടെ ബാങ്കുവിളിയിൽ അലിയുടെ പേരും അവരുടെ വിശ്വാസവും കൂടി അവർ പരാമർശിക്കുന്നുണ്ട്. ഇതൊരു പരസ്യമായ സ്വത്തുപ്രഖ്യാപനം കൂടിയാണ്. സുന്നികൾ അവരുടെ ബാങ്കുവിളിയിൽ ഇത് ചെയ്യാറില്ല. റമദാൻ മാസത്തിൽ വ്രതമെടുക്കുന്ന സമയത്തും ഈ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. രണ്ടു കൂട്ടരും വ്രതമെടുക്കാറുണ്ടെങ്കിലും സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ച് ചക്രവാളത്തിന് താഴെപ്പോയി എന്ന് ഉറപ്പുവരുത്താൻ സുന്നികളെക്കാൾ അരമണിക്കൂറോളം വൈകിയാണ് ഷിയാക്കൾ നോമ്പ് തുറക്കുന്നത്. പിന്നെ ഈ വിവരങ്ങൾക്കിടയിൽ വളരെ വ്യത്യസ്തമായി തോന്നിയ മറ്റൊരു കാര്യം താൽക്കാലിക വിവാഹങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ്. മുത്ത എന്ന് പറയുമല്ലേ? ഇന്നത്തെ കാലത്ത് കേൾക്കുമ്പോൾ ഇത് വളരെ വിചിത്രമായി തോന്നാം. അതെ, മുത്ത എന്നാണ് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ ഇന്നത്തെ കണ്ണിലൂടെ കാണുന്നതിന് പകരം നൂറ്റാണ്ടുകൾക്കു മുൻപുള്ള സാമൂഹിക സാഹചര്യങ്ങളുമായി ചേർത്തു വായിക്കണം. യുദ്ധങ്ങൾക്കും കച്ചവടങ്ങൾക്കുമായി പുരുഷന്മാർ മാസങ്ങളോളമോ വർഷങ്ങളോളമോ വീട് വിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോഴത്തെ സാഹചര്യത്തിൽ വന്നതാണോ ഇത്? അതെ. അത്തരം സാഹചര്യങ്ങളിൽ കുടുംബത്തിന് പുറത്ത് മറ്റു തെറ്റായ രീതികളിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ കൃത്യമായ വ്യവസ്ഥകളോടെ ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം ഏർപ്പെടുന്ന ഒരു ഔദ്യോഗിക കരാറായിരുന്നു ഇത്. കരാർ അവസാനിക്കുന്നതോടെ ആ വിവാഹബന്ധം തനിയെ അവസാനിക്കും. എന്നാൽ കാലം മാറുകയും ജീവിത സാഹചര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തതോടെ ഇന്നീ രീതി ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ചരിത്രത്തിന്റെ വേരുകളിൽ നിന്ന് തുടങ്ങി നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇന്നത്തെ കാലത്തെ ദൈനംദിന ജീവിതത്തിലെത്തി നിൽക്കുന്നു. നമ്മൾ തുടക്കത്തിൽ ചോദിച്ചതുപോലെ അടിസ്ഥാനപരമായി ഒരേ വിശ്വാസങ്ങളുള്ള രണ്ട് വിഭാഗങ്ങൾ വെറും രാഷ്ട്രീയ കാരണങ്ങളാൽ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് സഞ്ചരിച്ചതിന്റെ ചരിത്രമാണിത്. എന്നാൽ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഈ രണ്ട് വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ലോകാവസാനത്തിനു മുൻപ് ഈ ഭൂമിയിലെ തിന്മകളെ പരാജയപ്പെടുത്താൻ മഹ്ദി എന്നൊരു രക്ഷകൻ വരുമെന്ന വിശ്വാസം ഇരുവർക്കും ഒരുപോലെയുണ്ട്, അല്ലേ? പക്ഷേ അവിടെയും ആ വ്യക്തി ആരായിരിക്കും എന്നതിൽ അവർക്കിടയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ശരിയാണ്. ലോകത്തെ അനീതിയിൽ നിന്ന് രക്ഷിക്കാൻ ഭാവിയിൽ ഒരു മഹദി വരുമെന്നത് ഇസ്ലാമിക ലോകത്തിന്റെ പൊതുവായ ഒരു പ്രതീക്ഷയാണ്. സുന്നികൾ വിശ്വസിക്കുന്നത് അത് ഭാവിയിൽ ജനിക്കാനിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിയോ അല്ലെങ്കിൽ യേശുവോ ആയിരിക്കുമെന്നാണ്. എന്നാൽ ഷിയാക്കളിലെ ഭൂരിപക്ഷമായ ട്വൽവേഴ്സിന്റെ വിശ്വാസം വളരെ വ്യത്യസ്തമാണ്. അവരെന്താണ് വിശ്വസിക്കുന്നത്? 12ാമത്തെ ഇമാം ഒരിക്കലും മരിച്ചിട്ടില്ലെന്നും അദ്ദേഹം നൂറ്റാണ്ടുകളായി അദൃശ്യനായി മറയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നും സമയമാകുമ്പോൾ അദ്ദേഹമായിരിക്കും മഹ്ദിയായി ലോകത്തേക്ക് തിരിച്ചുവരികയെന്നുമാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അവിടെയും ആ പഴയ ഇമാമുകളുടെ നേതൃത്വത്തിലുള്ള വിശ്വാസം തന്നെയാണ് പ്രതിഫലിക്കുന്നത് കാണാൻ കഴിയുക. നമ്മൾ ഈ കേട്ട വിവരങ്ങളെല്ലാം ഒന്നുകൂടി ചുരുക്കി ചിന്തിച്ചു നോക്കൂ. ആചാരങ്ങളിലെ ഈ വൈവിധ്യങ്ങൾക്കിടയിലും രണ്ടു വിഭാഗങ്ങളും വിശ്വസിക്കുന്നത് ഒരേ ദൈവത്തിലാണ്. ഒരേ ഖുർആൻ വായിക്കുന്നു, ഒരേ അവസാനത്തെ പ്രവാചകനെ വിശ്വസിക്കുന്നു, ഒരേ ദിശയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, മക്കയിലേക്ക് ഒരുമിച്ച് ഹെഡ്ജ് ചെയ്യുന്നു. അപ്പോൾ ഈ വലിയ വ്യത്യാസങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നതെല്ലാം പണ്ട് നടന്ന ഒരു അധികാര തർക്കത്തിന്റെ പല നൂറ്റാണ്ടുകൾ നീണ്ട പ്രതിധ്വനികൾ മാത്രമാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. ചരിത്രത്തിലെ വളരെ പഴയ ചില രാഷ്ട്രീയ തീരുമാനങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന അധികാര തർക്കങ്ങളും ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെയും അവരുടെ സ്വത്വത്തെയും എങ്ങനെ ഇത്രമാത്രം രൂപപ്പെടുത്തുന്നു എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരൊന്നല്ലേ? നിങ്ങളുടെ സ്വന്തം വിശ്വാസങ്ങളിലോ നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലോ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യങ്ങളിലോ എത്രത്തോളം പണ്ടെന്നോ നടന്ന ഇത്തരം സംഭവങ്ങളുടെ അദൃശ്യമായ സ്വാധീനമുണ്ടാകാം. നിങ്ങളിന്ന് ശരിയാണെന്ന് വിശ്വസിച്ച് പിന്തുടരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ സ്വന്തം ചിന്തകളാണോ, അതോ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിങ്ങളുടെ മുൻഗാമികളെടുത്ത ഏതെങ്കിലും ഒരു ചെറിയ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെയോ വിയോജിപ്പിൻ്റെയോ ബാക്കി പത്രമാണോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ചുറ്റുപാടുകളിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ നോക്കാനും സ്വന്തമായി പുതിയ അറിവുകൾ കണ്ടെത്താനും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം.